ഹായ്, ഇന്നൊരു കഥ പറയാം. വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം പ്രഗ്നന്റ് ആയ ഒരു ലേഡി. ഭയങ്കര സന്തോഷമായിരുന്നു, എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഫാമിലി മൊത്തം സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷെ 1 മന്ത് കഴിഞ്ഞ് സെക്കൻഡ് മന്ത് ആയപ്പോഴേക്കും ശാരീരിക ക്ഷീണം അനുഭവിക്കുമല്ലോ. ഈ ശാരീരിക ക്ഷീണം അനുഭവിക്കുന്നതോടൊപ്പം ആളുടെ മാനസിക ഊർജവും നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ. സ്വാഭാവികം, എല്ലാ പ്രഗ്നന്റ് ലേഡീസും അനുഭവിക്കുന്നതാണല്ലേ. ഇതിങ്ങനെ മുന്നോട്ട് പോയി 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 ആള് നല്ലോണം ഡൗൺ ആവാൻ തുടങ്ങി. കാരണം മറ്റൊന്നല്ല, ഫാമിലിയിൽ നിന്നും ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. മുന്നേ പോയ പോലെ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. ആകെ കൂടെ ഒരു ഐസൊലേറ്റഡ് ആയ ഒറ്റപ്പെട്ട ഒരവസ്ഥ. അങ്ങനെ സെക്കൻഡ് ട്രൈമസിലെത്തിയപ്പോൾ ഒരു സ്കാനിങ്ങിന് വേണ്ടി പോയി. അപ്പോൾ ഡോക്ടർ കുഞ്ഞിന്റെ ഗ്രോത്തുമായിട്ടുള്ള ചില കൺസേൺസ് ഷെയർ ചെയ്തു. ആ സമയത്ത് ഈ ഡോക്ടർ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ടുള്ള സ്ട്രെസ്സോടൊപ്പം തന്നെ ഫാമിലിയുടെ ഒരുപാട് തരത്തിലുള്ള ക്രിറ്റിസിസം, ജഡ്ജ്മെന്റ്സും ആളെ വല്ലാതെ തളർത്തി എന്നുള്ളതാണ്. നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ്, എന്നും കിടന്നു കൂടുന്നതുകൊണ്ടാണ്, ആ രീതിയിലുള്ള ഒരുപാട് ക്രിറ്റിസിസം, ജഡ്ജ്മെന്റ് കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ആള് വല്ലാണ്ട് തളർന്നു. പിന്നീട് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിരുന്നു. അങ്ങനെ ആളുടെ ഫ്രണ്ട് ത്രൂ എന്നെ കണക്ട് ചെയ്ത സമയത്ത് ചില ടൂൾസിലൂടെയും സെർട്ടൻ പ്രോസസ്സിലൂടെയും കടന്നു പോയതിനു ശേഷം വിതിൻ 21 ഡേയ്സ് ഒരു വലിയ ഷിഫ്റ്റ് ആൾക്ക് വന്നു എന്നുള്ളതാണ്. ആളുടെ ഈ സ്ലീപ്ലെസ് നൈറ്റ്സും ആങ്സൈറ്റിയും മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. പഴയ ഒരു ഉന്മേഷമൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. പിന്നീട് കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനും അൺവാണ്ടഡ് ക്രിറ്റിസിസം, അതേപോലെ അൺവാണ്ടഡ് എന്താ പറയുക അൺവാണ്ടഡ് അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവുമല്ലോ. നമുക്ക് വേണ്ടാത്ത രീതിയിലുള്ള അറ്റാച്ച്മെന്റും റിലേഷൻഷിപ്സും ഉണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ നെഗറ്റീവ് വേർഡ്സ് കേൾക്കുമ്പോൾ പെട്ടെന്ന് അഫക്റ്റഡ് ആയി പോവാം. അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയ സമയത്ത് വലിയൊരു ഷിഫ്റ്റ് വന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോണ്ടാക്ട്. കാരണം മൈൻഡ്ഫുൾനെസ്സിലൂടെയും ചില കസ്റ്റമൈസ്ഡ് പ്രോസസ്സിലൂടെയും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്.